ഹലോ, ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് കറിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ കറി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ നമുക്ക് പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഏറ്റവും ആദ്യം പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 5-6 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് എല്ലാം അതാത് രീതിയിലേക്ക് ആക്കാം. അപ്പോൾ ഞാൻ ഒരു 6 സവോള നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും പിന്നെ എരിവിന് ആവശ്യത്തിലുള്ള ഗ്രീൻ ചില്ലി ആഡ് ചെയ്തു. അപ്പോൾ ഒരു 3 ഗ്രീൻ ചില്ലി, 3 പച്ചമുളക്, 4 പച്ചമുളകൊക്കെ തന്നെയാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം ഇതൊക്കെ ഒന്ന് വഴണ്ട് കിട്ടണമല്ലോ, സവോളയൊക്കെ ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് കുറച്ച് നേരം എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ട് ഒരു ഹാഫ് ടൊമാറ്റോ ആയിരുന്നു, പിന്നെ 2 മുട്ട ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള ഒരു ചിക്കിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ വളരെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ്, എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ്. പിന്നെ ഞാൻ ഈ ചപ്പാത്തി അതുപോലെ തന്നെ അപ്പത്തിനൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് ഗ്രേവി, അതായത് കറികളൊക്കെ തീർന്നിരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ വളരെ പെട്ടെന്ന് കുറച്ച് സവോളയും മുട്ടയും ഒക്കെ എടുത്ത് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു കറിയാണ് കേട്ടോ. എനിക്കിത് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ്. പിന്നെ അപ്പത്തിൻ്റെ കൂടെ എല്ലാം എനിക്കിത് ഇഷ്ടമാണ്. ഈ ഒരു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ സവോളയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. സവോള വഴണ്ടതിന് ശേഷം മാത്രം ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഹാഫ് ടൊമാറ്റോ ഉണ്ടല്ലോ, അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ പിന്നെ ഞാനിപ്പോൾ സൈഡിൽ ചപ്പാത്തിയും കൂടെ ചുടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് ചപ്പാത്തിയുടെ കൂടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കറിയാണെന്ന്. അപ്പോൾ എൻ്റെ ചപ്പാത്തി ഞാൻ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കയറാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതിൽ പൊടികളെന്ന് പറയുന്നത് മസാല കൂട്ടുകളോ ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആകെ ചേർക്കുന്നത് ഈ ഒരു വളരെ കുറച്ച് ചില്ലി പൗഡറും അതുപോലെ തന്നെ കുറച്ച് പെരുംജീരക പൊടിയും കൂടെ ചേർക്കുന്നുള്ളൂ. അതാണ് നമ്മുടെ ഈ കറിക്ക് ആകെ അത്രേ ഉള്ളൂ. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേനും ഉണ്ടാക്കി ലാസ്റ്റ് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെ വേണ്ടവർക്ക് റൈസിൻ്റെ കൂടെ വരെ കഴിക്കാൻ കേട്ടോ. ഞാൻ ചില്ലി പൗഡർ ഇട്ടതിന് ശേഷം പിന്നീട് കുറച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ജീരക പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിട്ട ആ ഒരു കുറച്ച് ചില്ലി പൗഡർ ഉണ്ടല്ലോ, അതും ആ ഗ്രീൻ ചില്ലിയും കൂടെ ഇടുമ്പോൾ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള എരിവ് ആവശ്യത്തിലായി. പിന്നെ ഒരുപാട് സ്പൈസ് ലവറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കതനുസരിച്ച് ഗ്രീൻ ചില്ലിയും മുളക് പൊടിയൊക്കെ കൂട്ടാൻ കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാനിപ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ എല്ലാം സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാത്തിനും ബാച്ചിലർ യൂസ്ഫുൾ റെസിപ്പി എന്ന് പറയുന്നത്. കാരണം സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണല്ലോ നമ്മുടെ ബാച്ചിലേഴ്സിൻ്റെ സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ബാച്ചിലേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെസിപ്പി ഷെയറിങ്ങിലേക്കൊന്നും ഞാൻ കയറിയിട്ടില്ല. ഞാനത് മനഃപൂർവ്വം ഇപ്പോൾ ചെയ്യാത്തതാണ്. ഞാൻ സിമ്പിളായിട്ടുള്ള തട്ടിക്കൂട്ട് ഐറ്റംസൊക്കെയാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത്. കാരണം 3 കുഞ്ഞുങ്ങൾ ആയിട്ട് കുക്കിങ്ങിന് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അതനുസരിച്ച് എൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് ഞാനിപ്പോൾ എൻ്റെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുക്കിംഗ് ഫുഡ് ഐറ്റംസാണ് ഞാൻ നിങ്ങളിലേക്ക് റെസിപ്പീസായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളിയും സവോളയും ഗ്രീൻ ചില്ലിയും എല്ലാം അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ സവോളയൊക്കെ ഒന്ന് സൈഡാക്കിയതിന് ശേഷം നടുവിലായിട്ട് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. കാര്യം എന്താ വെച്ചാൽ ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ മിക്സ് ചെയ്യരുത്. ആ എഗ്ഗ് നന്നായിട്ടൊന്ന് വേവാനായിട്ട് ടൈം കൊടുക്കണേ. അപ്പോൾ എഗ്ഗ് ഒരു 5 മിനിറ്റ്സൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ എഗ്ഗ് എന്ന് പറയുന്നത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുകയാണ്.
നമ്മുടെ മുട്ട ചിക്കുമല്ലോ അതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചിക്കി കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഉപ്പും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യണ്ട, കാരണം ഞാൻ എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും എക്സ്ട്രാ ഉപ്പൊക്കെ ആഡ് ചെയ്തെങ്കിൽ കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് ഞാൻ റെസിപ്പീസ് തയ്യാറാക്കുമ്പോഴത്തേനും ആദ്യം കുറച്ച് ഉപ്പ് ഇടാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കും. കാരണം നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാകും, കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, പിന്നീട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഈ ഒരു കറിയുടെ പരുവം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഈ ഒരു കറിയുടെ പരുവം എന്ന് പറയുന്നത്. മുട്ട നമ്മൾ വേവാതെ ചിക്കി കഴിഞ്ഞാൽ അത് പിന്നീട് അത് റെഡിയായി വരുമ്പോഴത്തേന് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തത്തില്ല. ഇതെന്ന് പറയുമ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടയൊക്കെ ചിക്കി നല്ല മുട്ടത്തോരൻ പോലെ വന്നിട്ടില്ലേ. അപ്പോൾ ഇത് ഭയങ്കര രസമുള്ളൊരു കറിയാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. പൊറോട്ടയുടെ കൂടെ, നല്ല പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയും എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയൊരു കറിയാണ് കേട്ടോ. എല്ലാത്തിനോടും പൂരിയുടെ കൂടെയും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്തേ. ഞാൻ ആദ്യം മനഃപൂർവ്വം കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ. ഉപ്പൊന്ന് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവ് പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാൾട്ട് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു 5-10 മിനിറ്റും കൂടി ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവണം. ഈ കറി കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേനാണ് നല്ല ടേസ്റ്റ്. പിന്നെ ഈ കറി റെഡിയാക്കുമ്പോഴത്തേനും സവോളയിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും വാരിക്കോരി ഒഴിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സവോളയിൽ നിന്ന് പിന്നെ ഒരുപാട് നേരം സവോള ഇട്ട് വഴട്ടരുത്. കാരണം ഒരുപാട് നമ്മുടെ സവോള എന്ന് പറയുന്നത് വെന്ത് അലിഞ്ഞു പോകരുത്, ഒന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ കിച്ചണിലെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഈ കറി, പിന്നെ ഈ ഒരു കറി ഞാൻ വേറെ 1-2 രീതിയിലും കൂടെ വെക്കും കേട്ടോ. അത് ടൈം കിട്ടുമ്പോൾ ഞാൻ മറ്റു പല രീതിയിലും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് എൻ്റെ കറി ഞാൻ വിളമ്പിയിട്ടുണ്ട്. കറി മാത്രമല്ല കേട്ടോ, ഞാൻ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി. അപ്പോൾ എനിക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾക്കെല്ലാ 3 പേർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് തന്നെ വിളമ്പിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പല പല പ്ലേറ്റിലേക്കൊന്നും ആക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ചപ്പാത്തി ചുട്ട് മാറ്റി പിന്നെ അതിലേക്ക് കുറച്ച് കൂടുതൽ കറി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മക്കൾക്ക്, മൂത്തയാൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി. അത്യാവശ്യം സ്പൈസസൊക്കെ എരിവും കാര്യങ്ങളൊക്കെ കൊച്ചിലേ മുതൽ കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ഒരു മുളക് പൊടിയും ഈ ഒരു ഗ്രീൻ ചില്ലിയുടെ എരിവൊന്നും അത്ര വലിയ പ്രശ്നമുള്ള ആളല്ല. അതുകൊണ്ട് എനിക്കും മൂക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാനിതാ എടുക്കുകയാണ്. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ ഫുഡ് ഞാൻ കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ്. എൻ്റെ ഡിന്നറാണ് കേട്ടോ. അപ്പോൾ ഇത് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ചോറ് കഴിക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ ലഞ്ചിനും ഒക്കെ ഞാൻ ചപ്പാത്തിയുടെ കൂടെ റെഡിയാക്കുന്ന എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ഈസി ടേസ്റ്റി ആയിട്ടുള്ള സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു എഗ് റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വളരെ ഈസിയാണ്, കണ്ടല്ലോ അല്ലേ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ്, ഇടിയപ്പത്തിനും ടേസ്റ്റാണ്, ചപ്പാത്തിക്കും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഈസി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.